So once again, good evening everyone. Yes, okay. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് conjunctions ആണ്. We have completed the first 6 parts of speech. Okay, that is nouns, pronouns, verbs, adjectives, adverbs, prepositions. Prepositions വരെ നമ്മൾ complete ചെയ്തു. We are now moving into the seventh part of speech, that is conjunction. അപ്പോൾ 8 parts of speech ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? There are 8 parts of speech. So what is the 8th part of speech? What is the 8th part of speech? Prepositions, conjunctions, and what is the last one? It's interjections. But നമ്മൾ interjections എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഒരു വളരെ ചെറിയ ടോപ്പിക്കാണ്. It's a very small topic. So we only need 15 minutes to complete that topic. Maximum 15 minutes. We can even complete it in 10 minutes. But why I am taking 15 minutes is because that is also a part of speech, right? So we should also learn about that part of speech in detail. That is the reason I am telling that we need maximum 15 minutes to complete the topic. And we will be completing that topic in the next class. That is, we will be handling interjections in the next class. Today we will be starting conjunctions. Switch off your mic. Via mic off-ൽ തന്നെ വെക്കുക please. Okay, recording-ൽ ഭയങ്കര disturbance ഉണ്ടാക്കും, അതുകൊണ്ടാണ്. Okay, so okay fine. So you can see that conjunctions ആണ് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇത്രയും ഇതുവരെ എടുത്ത എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനിയുള്ള റിമൈനിങ് 2 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് കൺജങ്ഷൻസും ഇന്റർജെക്ഷൻസും. അപ്പോൾ അതിൽ നമ്മൾ കൺജങ്ഷൻസും കൂടിയേ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാവുള്ളൂ. ഇന്റർജെക്ഷൻസ് വളരെ സ്മോൾ ടോപ്പിക് ആയതുകൊണ്ട് അതൊരു 10-15 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്ത് പോകും. എന്തുകൊണ്ടാണെന്നുള്ളത് അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാവും. ബിക്കോസ് യു ഓൾറെഡി നോ ഇന്റർജെക്ഷൻസ്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്താണെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്റർജെക്ഷൻസ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ നിങ്ങൾ ഇനി പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺജങ്ഷൻസ് ആയിരിക്കും നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കൺജങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ ഹാഫ് ഇന്നും ഹാഫ് കൺജങ്ഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിലും പിന്നെ ഇന്റർജെക്ഷൻസും കൂടെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യും. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാലാണ് പിന്നെ പുതിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ടെൻസസ് പഠിച്ചില്ലേ നടുവിൽ കൂടെ, ടെൻസസ് പോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നിങ്ങൾക്ക് വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, types of questions, അതിൽ WH questions, yes or no questions and tag questions. ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ യു വിൽ ലേൺ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. അങ്ങനെ നമുക്കൊരു ടോപ്പിക് ഉണ്ട്, സിമ്പിൾ, കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് പഠിക്കും. ആൻഡ് you will also learn how to form questions in different tenses. ഓരോ ടെൻസിലും എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യും അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ താഴെ വരുന്നതാവും. ദെൻ യു വിൽ ലേൺ ഫ്രേസൽ വേർബ്സ്. ഓക്കെ, ഫ്രേസൽ വേർബ്സ് നിങ്ങൾ ലേൺ ചെയ്യും. പിന്നെ വരുന്നതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് ടെൻസസ് പോലെ കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ ഇപ്പോൾ ഒന്നും നോക്കില്ല, കുറച്ച് കഴിയട്ടെ, ഒരു 3 months ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഇഡിയംസ് ഫ്രേസസ് ഒക്കെ നോക്കും. അപ്പോഴേക്കും നമ്മളൊരു 1 year കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ വീണ്ടും അപ്പോഴേക്കും നിങ്ങളുടെ SSLC ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ സീനിയേഴ്സ് ആവും, പിന്നെ ഇപ്പം നിങ്ങളുടെ അടുത്ത ജൂനിയേഴ്സ് വരുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വർഷം കഴിഞ്ഞാൽ ക്ലാസ് എടുക്കില്ലേ? എടുക്കും, എന്തായാലും എടുക്കും. നിങ്ങൾക്ക് പക്ഷെ കുറച്ചും കൂടെ എന്താ പറയുക, വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനും ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാനും ഉള്ള രീതിയിൽ ആ ഒരു രീതിക്കായിരിക്കും ക്ലാസ്സസ് പോകുന്നത്. ഓൾറൈറ്റ്, കുറച്ചും കൂടെ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അത് നിങ്ങൾക്ക് കോർഡിനേറ്റേഴ്സ് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഐ ആം ഓൾവേസ് ദെയർ ടു ഹെൽപ്പ് യു. ഓൾറൈറ്റ്, സോ നമുക്ക് കൺജങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ബേസിക്കലി വാട്ട് ആർ കൺജങ്ഷൻസ് എന്ന് ചോദിച്ചാൽ, 1 second, ഇഫ് ക്ലോസ്, അതേപോലെ ഹാഡ് ബെറ്റർ,
കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയി വരുന്ന ടോപ്പിക്സ് എടുക്കുന്നത് നല്ലതാകും. യെസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഡിസംബർ വരെ നമുക്ക് കുറച്ച് ഗ്രാമർ ഫോക്കസ്ഡ് ആയിട്ട് പോകാം. ഫ്രം ജനുവരി വി ക്യാൻ സ്റ്റാർട്ട് ദോസ് ടോപ്പിക്സ്. കാരണം എനിക്കും കുറച്ച് നിങ്ങളുടെ സിലബസ് നോക്കിയിട്ട് എങ്ങനെ വേണം എന്നൊക്കെ ഞാനും ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. എനിക്കും ഒരു കുറച്ച് ടൈം തരും. ഞാനൊരു 1 മന്തിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് PPT കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ കുറച്ച് ഹോംവർക്ക് ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, ഫ്രേസൽ വേർബ്സ് അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും, ഇഡിയംസ് ആൻഡ് പ്രോവേർബ്സ്. ഓക്കെ, ആ രീതിയിൽ എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, സോ യു ക്യാൻ സീ ദാറ്റ് വാട്ട് ആർ കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ എന്തോ ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആണോ? ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു 3-4 റോഡുകൾ കൂടുന്ന ഒരു പ്ലേസ് അല്ലെ. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു റോഡ്, ഇവിടെ നിന്നൊരു റോഡ്, ഇവിടെ നിന്നൊരു റോഡ്, 3-4 റോഡുകൾ കൂടുന്ന ഒരു പോയിന്റിനെ നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ ആ ഒരു മീനിങ്ങുമായിട്ട് കൺജങ്ഷൻസിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ബേസിക്കലി ഇവരുടെ പെർപ്പസ് എന്താണ്, ഇവരുടെ ഫങ്ഷൻ എന്താണ്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? അറ്റ്ലീസ്റ്റ് കമന്റ് ബോക്സിലെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യൂ. കൺജങ്ഷൻസ് ആർ ലിങ്കിങ് വേർഡ്സ് എന്നാണ് പറയുക. യെസ്, അബ്ദുൽ ഖാദർ, ഡു യു വാണ്ട് ടു ടെൽ സംതിങ്? യെസ് ടീച്ചർ. കൺജങ്ഷൻസ് പറഞ്ഞാൽ 2 സെന്റൻസിനെ കൂട്ടിച്ചേർക്കണല്ലേ, ബട്ട്, ആൻഡ് അങ്ങനെയുള്ള വാക്കുകൾ. എക്സാക്ട്ലി, വെരി ഗുഡ്. ആൻഡ്, ബട്ട്, സോ, ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൺജങ്ഷൻസ് ഉണ്ട്. വെരി ഗുഡ്. സോ കൺജങ്ഷൻസ് ആർ നത്തിങ് ബട്ട് words which can join 2 sentences or 2 phrases or 2 clauses. അല്ലെങ്കിൽ ഒന്നിൽ 2 വേർഡ്സിനെ, അല്ലെങ്കിൽ 2 ഫ്രേസസിനെ, അല്ലെങ്കിൽ 2 ക്ലോസസിനെ, അതും അല്ലെങ്കിൽ 2 സെന്റൻസസിനെ തന്നെ ജോയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു ലിങ്കിങ് വേർഡാണ് ഈ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ലിങ്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, അറ്റാച്ച് ചെയ്യുക, കണക്ട് ചെയ്യുക. നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും പറയാം. കണക്റ്റിംഗ് 2 വേർഡ്സ്, കണക്റ്റിംഗ് 2 ഫ്രേസസ്, ലിങ്കിങ് 2 ക്ലോസസ്, ജോയിനിങ് 2 സെന്റൻസസ്. ഏത് വേർഡ് വേണമെങ്കിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. കാരണം എല്ലാത്തിൻ്റെയും ഒരു മീനിങ് വരുന്നത് എന്താണ്? യോജിപ്പിക്കുക എന്നുള്ള, ബന്ധിപ്പിക്കുക എന്നുള്ള മീനിങ് തന്നെയാണ്. സോ ലിങ്കിങ് വേർഡ്സ് ആണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ലൈക്ക് പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ആർ ഓൾസോ ഷോർട്ട് വേർഡ്സ്, but they play a very important role in framing sentences. Okay, so now let's see our conjunctions in detail. Conjunctions are words that join words, groups of words or sentences together. അപ്പോൾ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വാക്കുകളെ, അല്ലെങ്കിൽ 2 ഫ്രേസസിനെ, 2 ക്ലോസസിനെ, അല്ലെങ്കിൽ 2 സെന്റൻസസിനെ തന്നെ, ഓക്കെ, എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സെന്റൻസസിനെ തന്നെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൺജങ്ഷൻസ് യൂസ് ചെയ്യാം. എന്താണ് ഈ ഫ്രേസസ്, ക്ലോസസ് എന്നൊക്കെ പറയുന്നത്? ഫ്രേസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡ്സുകൾ, 1-2-3 വേർഡ്സ് ചേരുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്? ഫ്രേസിനെക്കാട്ടിലും കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടാവും, ഏകദേശം ഒരു സെന്റൻസ് പോലെ തോന്നും, ബട്ട് അതൊരു സെന്റൻസ് ആയിരിക്കില്ല. ദാറ്റ് വിൽ നോട്ട് ബി എ സെന്റൻസ്. വൈ? ബിക്കോസ് sentence must have a proper meaning. Sentence എന്ന് പറഞ്ഞാൽ എന്താണ്? What is a sentence? Group of words written in a proper order to give a complete meaning is called a sentence. പക്ഷെ clause എന്ന് പറയുമ്പോൾ it will appear like sentence, but it is not a sentence. It will not have a complete meaning. It's not. It's not like a sentence. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമുക്കപ്പോൾ അങ്ങനത്തെ ക്ലോസസിനെ ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫ്രേസസിനെ ലിങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും, സെന്റൻസസിനെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? കൺജങ്ഷൻസിന്റെ യൂസ് എടുക്കാം. സോ ബേസിക്കലി ദർ ആർ 3 ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ്. സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒരു കൺജങ്ഷനിന്റെ ബേസിക് ഡെഫിനിഷൻ ആണ്. നൗ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺജങ്ഷൻസ് ടു ബി സ്റ്റഡീഡ്. ഓക്കെ, ദേ ആർ ആസ് ഫോളോസ്. The first one is coordinating conjunctions. The second one is correlative conjunctions, and the third one is subordinating conjunctions. I repeat, coordinating conjunctions, correlative conjunctions, and the subordinating conjunctions. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. Alright, so let's see what are coordinating conjunctions. Coordinating
conjunctions are used to join words, ideas, or parts of a sentence that have equal value in terms of rank and importance in a sentence. അതായത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിനെയോ രണ്ട് ഐഡിയാസിനെയോ ഒരു സെന്റൻസിന്റെ പാർട്സിനെയോ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പക്ഷെ ആ പാർട്സ് അല്ലെങ്കിൽ ആ വേർഡ്സ് എങ്ങനെയായിരിക്കണം? രണ്ട് വേർഡ്സിനും ഈക്വൽ വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് വേർഡ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കണം. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിലല്ലേ അവരെ കണക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ദേ ആർ കളേഴ്സ്. അതേപോലെ ഇപ്പൊ എന്താണ് ടോം ആൻഡ് ജെറി എന്ന് പറയുമ്പോൾ വി ആർ കണക്ടിങ് ടോം ആൻഡ് ജെറി യൂസിങ് ദ കൺജങ്ഷൻ ആൻഡ്, ബിക്കോസ് they are two characters of the same story or of the same cartoon. അതുപോലെ ആ രണ്ട് പാർട്സിനും ഈക്വൽ വാല്യൂ അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ യൂസ്ഡ് ടു ജോയിൻ words or ideas or phrases that have equal value and importance in the same sentence. Such conjunctions coordinate between different elements within a sentence to represent more than one idea in a brief way or in an easy way. അതിനെയാണ് കൺസൈസ് വേ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കൺജങ്ഷൻസിന് അവർക്ക് why do we call them coordinating conjunctions? Why do we call like that? It's because they coordinate all the elements of the sentence. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും. കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ക്ലാസ്സിൽ ഒരു കോർഡിനേറ്റർ, അക്കാഡമിക് കോർഡിനേറ്റർ, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ഇടയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. ഈ കോർഡിനേറ്ററിന്റെ ജോബ് എന്താണ്? റീജിയണൽ കോർഡിനേറ്റർ. കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവർ എന്ത് ചെയ്യും? എല്ലാ സ്റ്റുഡൻസിന്റെയും കാര്യങ്ങൾ അവർ ഒരുമിച്ച് കൊണ്ടു നടത്തും. that is the role of a coordinator. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ഏതൊക്കെ വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സിനെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു കൺജങ്ഷൻ ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. Such conjunctions coordinate between different elements within a sentence to represent more than one idea in a concise way. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നല്ല ക്ലീൻ ആയിട്ട്, നീറ്റ് ആയിട്ട്, കോൺസൈസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസിലത്തെ എല്ലാ എലിമെന്റ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. Okay, so now you can look at the following list. Yes, I want somebody to read the examples. Abdul Qadir, can you read the examples? Abdul Qadir, can you read the examples? Mic is muted, I think. Yes. Can somebody else read? Yes, teacher. Yes. Okay. You can read the examples. 1, 2, and 3. Both mathematics and English are her favorite subject. Breakfast is free, but lunch has to be brought. My work got over on time, and I was ready to leave. Okay. Bought വേറെ brought വേറെയാണ് കേട്ടോ. Bought means buy ന്റെ past tense. വാങ്ങിക്കണം, വാങ്ങിച്ചു എന്നുള്ള മീനിങ്ങിലാണ്. Brought എന്ന് പറഞ്ഞാൽ bring ന്റെ past tense ആണ് brought. കൊണ്ടുവന്നു, കൊണ്ടുവരിക. ഓക്കെ, ബൈന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്, കൊണ്ടുവന്നു എന്നുള്ള മീനിങ്ങിൽ. ബ്രിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഐ ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബോട്ടും ബ്രോട്ടും തമ്മിൽ ചെറിയൊരു ലെറ്ററിന്റെ ഡിഫറൻസേ ഉള്ളൂ, ഒരു ആറിന്റെ കുറവേ ഉള്ളൂ. ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. സോ യു ക്യാൻ സീ ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ആർ ഹർ ഫേവറേറ്റ് സബ്ജക്ട്സ്. അപ്പൊ ഇവിടെ നമുക്ക് ബോത്ത് എന്നുള്ളത് ആക്ച്വലി ഒരു കൺജങ്ഷൻ തന്നെയാണ്, ബട്ട് അത് ഇല്ലെങ്കിലും സെന്റൻസ് മീനിങ് ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോക്കാം, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ആർ ഹർ ഫേവറേറ്റ് സബ്ജക്ട്സ്. ഓക്കെ, സോ ഹിയർ ഐ എം ജോയിനിങ് ടു സബ്ജക്ട്സ്. One is mathematics, the other one is English. So two words. So I am joining these two words or two subjects using a conjunction called and. Mathematics and English. ഇപ്പൊ എന്താണ്? മാത്തമാറ്റിക്സ് ഒരു വേർഡാണ്, ഇംഗ്ലീഷ് ഒരു വേർഡാണ്. ഈ രണ്ട് വേർഡ്സിനെയും കൂടെ ഞാൻ ലിങ്ക് ചെയ്യുന്നത് ആൻഡ് എന്നുള്ള കൺജങ്ഷൻ വെച്ചിട്ട്. സിമിലർലി ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫ്രീ ബട്ട് ലഞ്ച് ഹാസ് ബി ബോട്ട്. എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്, പക്ഷെ ലഞ്ച് വാങ്ങിക്കണം, പുറത്തുനിന്ന് വാങ്ങിക്കണം. സോ യു ക്യാൻ സീ ഐ അഗൈൻ ജോയിനിങ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് എ സെന്റൻസ് യൂസിങ് ബട്ട്. ബട്ട് ഇസ് അനദർ കൺജങ്ഷൻ. ഇത് എന്താ രണ്ട് പാർട്സ് എന്ന് പറയാൻ കാരണം breakfast is free, that is one part. Lunch has to be bought, that is second part.
So I am joining the first part and second part of the sentences using the conjunction but. Now the third one, my work got over on time and I was ready to leave. My work got over on time and I was ready to leave. എൻ്റെ വർക്ക് സമയത്തിന് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. മൈ വർക്ക് ഗോട്ട് ഓവർ ഓൺ ടൈം ആൻഡ് ഐ വാസ് റെഡി ടു ലീവ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെൻറ്റൻസിനെ ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ പാർട്സിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയും. ക്ലോസ് എന്ന് പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്ലോസസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് പോലെ തന്നെ തോന്നും, പക്ഷെ ഒരു സെൻറ്റൻസ് അല്ല എന്ന്. അതിൽ പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ചില ക്ലോസസ് വായിക്കുമ്പോൾ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് തോന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫ്രീ ബട്ട് ലഞ്ച് ഹാസ് ടു ബി ബോട്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫ്രീ എന്ന് മാത്രം എഴുതിയാൽ മീനിങ് കിട്ടാണ്ടൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫ്രീ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ, ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്, അതൊരു സെൻറ്റൻസ് പോലെ തന്നെയല്ലേ ഉള്ളത്. അങ്ങനെ തോന്നുന്ന ക്ലോസസിനെ നമ്മൾ മെയിൻ ക്ലോസസ് എന്ന് പറയും. പക്ഷെ അതേസമയം നമുക്ക് അർത്ഥം കിട്ടാത്ത ക്ലോസ് ആണെങ്കിൽ നമ്മൾ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അത് നിങ്ങൾ ടൈപ്സ് ഓഫ് സെന്റൻസസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ക്ലോസസ് ആണ് ഇവരെന്ന് മനസ്സിലാക്കുക. ടൈപ്സ് ഓഫ് ക്ലോസ് നമ്മൾ പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, ആൻഡ് വന്നു ബട്ട് വന്നു. ഈ ടു കൺജങ്ഷൻസ് ആണ് ഞാനിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ യു ക്യാൻ സീ ഇൻ സെന്റൻസ് എ ടു nouns, that is mathematics and English, within the same noun phrase are joined with the conjunction and. അപ്പോൾ എന്താണ് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്? ഈ ബോത്ത് എന്നുള്ളത് മറന്നേക്കും, ഞാൻ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷിനെയും മാത്രം നോക്കുക. ഈ രണ്ട് സബ്ജക്ട്സിന്റെ നെയിമുകളും എന്താണ്? നൗൺസ് ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? നൗണുകളാണ്, രണ്ടും സബ്ജക്ട്സുകളാണ്. മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആണ്, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്ട്സും രണ്ട് വേർഡ്സ് ആണ്, രണ്ട് നൗൺസ് ആണ്. ഇവരെ ഞാൻ ആൻഡ് എന്ന കൺജങ്ഷൻ വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇൻ സെന്റൻസ് ബി there are two independent clauses. ഞാൻ പറഞ്ഞ പോലെ മെയിൻ ക്ലോസ് എന്ന് പറയും, അതിന് മറ്റൊരു പേര് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും കൂടിയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫ്രീ ബട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഫ്രീ അതൊരു ക്ലോസ്, ലഞ്ച് ഹാസ് ടു ബി ബോട്ട് അത് മറ്റൊരു ക്ലോസ്. ഈ രണ്ട് ക്ലോസസിനെയും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ഈ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ. അപ്പോൾ ക്ലോസസ് എന്ന് പറഞ്ഞാൽ പൊതുവെ സെന്റൻസ് പോലെ തോന്നും, പക്ഷെ ചിലതിന് മീനിങ് ഉണ്ടാവും, ചിലതിന് മീനിങ് ഉണ്ടാവില്ല എന്നാണ്. But here you can see breakfast is free എന്ന് പറഞ്ഞാൽ there is some meaning, ഒരു മീനിങ് കിട്ടുന്നുണ്ട്. സിമിലർലി ലഞ്ച് ഹാസ് ടു ബി ബോട്ട് എന്ന് പറഞ്ഞാൽ അതിനും അവിടെ ഒരു അത്യാവശ്യം ഒരു മീനിങ് കിട്ടുന്നുണ്ട്. ഓക്കെ, കുറച്ചൊരു നമുക്ക് ലഞ്ച് ഹാസ് ടു ബി ബോട്ട് എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് അർത്ഥം കിട്ടുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അർത്ഥം കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ അതൊരു മെയിൻ ക്ലോസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. There are two independent clauses. Independent clauses എന്ന് പറഞ്ഞാലും in clause എന്ന് പറഞ്ഞാലും same meaning. So these two clauses are joined with the conjunction but. Last, in sentence C, there are independent clauses. Clause 1 എന്താണ്? My work over on time and I was ready to leave. ഇങ്ങനെയാണല്ലോ സെന്റൻസ് ഇവിടെ വരുന്നത്. My work got over on time and was ready to. അപ്പോൾ ഇവിടെ ക്ലോസ് 1 എന്ന് പറയുന്നത് my work got over on time and ക്ലോസ് 2 എന്ന് പറയുന്നത് I was ready to leave. And two independent clauses are joined conjunction and. അപ്പോൾ നമുക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസസോ ഡിപെൻഡന്റ് ക്ലോസസോ ക്ലോസസിനെ കണക്ട് ചെയ്യാൻ കൺജങ്ഷൻസിന് പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ രണ്ട് ഡിഫറെന്റ് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, രണ്ട് ഡിഫറെന്റ് സെന്റൻസസിനെ കണക്ട് ചെയ്യാനും പറ്റും. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിൽ നോക്കും. അപ്പോൾ കണക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കൺജങ്ഷൻസിന് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫൈനലി എന്തൊക്കെ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റും? Coordinating conjunctions may join single words. For example, mathematics and English. Mathematics and English എന്നൊക്കെ പറയുന്നത് സിംഗിൾ വേർഡ്സ് അല്ലേ, അവരെ കണക്ട് ചെയ്ത് അവരൊരു ഇതാക്കി ഒരു നൗൺ ഫ്രേസ് ആക്കി മാറ്റി. രണ്ട് നൗണുകളെ ഒരു കൺജങ്ഷൻ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ അതിനെ നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ടോം ആൻഡ് ജെറി, അവിടെ എന്താണ് രണ്ട് നൗൺസിന് ഒരു കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോം ആൻഡ് ജെറി എന്ന് പറയുന്നത് ഒരു നൗൺ ഫ്രേസ് ആണ്. അതേപോലെ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അതൊരു നൗൺ ഫ്രേസ് ആണ്. അതേപോലെ ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ക്ലാസ്സിൽ റൈംസ് പഠിക്കില്ലേ, ജാക്ക് ആൻഡ് ജിൽ അതൊരു നൗൺ ഫ്രേസ് ആണ്.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതൊരു നോൺ ഫ്രേസ് ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ അതൊരു നോൺ ഫ്രേസ് ആണ്. അതായത് രണ്ട് വേർഡ്സുകളെ ആൻഡ് കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു നൗൺ ഫ്രേസ് ആക്കി മാറ്റാൻ പറ്റും. Join single words, groups of words, അതായത് clauses or phrases. പിന്നെ clauses, both dependent and independent clauses. Provided these elements must always be similar in status and type. അത് നിങ്ങൾ നോക്കണ്ട, അത് ഒരേ സ്റ്റാറ്റസ് ഉള്ളത് തന്നെ ആയിരിക്കും, ഒരേ ടൈപ്പിൽ ഒരേ വാല്യൂ ഉള്ളത് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും മാത്രം മനസ്സിലാക്കാം. കോർഡിനേറ്റിംഗ് കണ്ടീഷൻസിന് സിംഗിൾ വേർഡ്സിനെ ജോയിൻ ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് വേർഡ്സിനെ പറ്റും, ഫ്രേസസിനെ പറ്റും, ക്ലോസസിനെ പറ്റും. ഈ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് തന്നെയാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് ആർ കോൾഡ് ഫ്രേസസ്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രേസ് കോൾഡ് എ ക്ലോസ്. ഗ്രൂപ്പ്സ് ഓഫ് ക്ലോസസ് ഇസ് കോൾഡ് എ സെന്റൻസ്. അങ്ങനെയാണ് പോകുന്നത്. അതൊരു എന്താ പറയാ, നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കില്ലേ, കോൺസെപ്റ്റ് മാപ്പ്, മറ്റേ എന്താ പറയാ നിങ്ങൾ, ഫ്ലോ ചാർട്ട് പോലെയാണത്. ഏറ്റവും ചെറുത് വേർഡ്, ഏറ്റവും ചെറുത് ശരിക്കും എന്താ, ലെറ്റർ ആണ്, ആൽഫബറ്റ് ആണ് അല്ലെ. ഏറ്റവും ചെറുത് ആൽഫബറ്റ്സ്. അക്ഷരങ്ങളിൽ നിന്നും എന്തുണ്ടാവുന്നു, വാക്കുകൾ ഉണ്ടാവുന്നു. അതേപോലെ എന്താണ്, ലെറ്റേഴ്സിൽ നിന്നും വേർഡ്സ് ഉണ്ടാവുന്നു, വേർഡ്സിൽ നിന്നും നമുക്ക് ഫ്രേസസ് ഉണ്ടാവും, ഫ്രേസസിൽ നിന്നും ക്ലോസസ് ഉണ്ടാവും, ആൻഡ് ക്ലോസസിൽ നിന്നും സെന്റൻസസ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ. പിന്നെ സെന്റൻസസ്, കുറേ സെന്റൻസസ് ചേരുമ്പോൾ നമുക്ക് പാരഗ്രാഫ് കിട്ടും, പേജ് ആയിട്ട് എഴുതുന്നു അല്ലേ. ഇങ്ങനെയാണ് നമ്മളൊരു ഓർഡർ പഠിക്കേണ്ടത്. ഓക്കെ, സോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ തന്നെ നമ്മൾ ഇനി 4 ആയിട്ട് പഠിക്കാൻ പോവാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. They are called coordinating conjunctions of addition, contrast, choice, and logical deduction and inference. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പേരുകൾ ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു മെമ്മറൈസ് ചെയ്യാനൊരു മടി വരാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകാനുള്ള ചാൻസസ് വരാം. ഓക്കെ, അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിൻ്റെ യൂസ് മനസ്സിലായി എന്താണെന്നുള്ളത്. അപ്പോൾ ഇവർ ടോട്ടൽ 7 ആണ്. ഈ ടിപ്പ് ഒന്ന് എല്ലാവരും ഓർത്ത് വെക്കാം. ഫാൻ ബോയ്സ് എന്നൊരു ഓർഡറാണ് നമ്മൾ എപ്പോഴും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്. ഫാൻ ബോയ്സ് ആരാണ് ഈ ഫാൻ ബോയ്സ്? ലെറ്റ്സ് സീ. F stands for for, A and, N for nor, B for but, O for or, Y for yet and S for so. അപ്പോൾ ആരൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, or, yet and so. For, and, nor, but, or, yet, so. These are the coordinating conjunctions in English. Coordinating conjunctions 4-5 ആളുകളും കൂടെ ഉണ്ട്. ബട്ട് അത് നമ്മൾ മെയിൻ ആയിട്ട് ഈ 7 മെമ്മറൈസ് ചെയ്യുക. യെസ് അബ്ദുൽ, എനി ഡൗട്ട്സ്? ഹാൻഡ് റേസ്. No, teacher. ഓക്കെ. അപ്പോൾ എന്താണ് ഫോർ ആൻഡ് ബട്ട്, ഫോർ ആൻഡ് നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഈ ഓർഡർ മെമ്മറൈസ് ചെയ്യാൻ ഫാൻ ബോയ്സ് എന്ന് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് മാർക്കില്ല. ഓക്കെ, നിങ്ങൾ ബോയ് ഫാൻസ് എന്ന് ഓർക്കുന്നവരും ഉണ്ട്, ഫാൻ ബോയ്സ് എന്ന് ഓർക്കുന്നവരും ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഫാൻ ബോയ്സിന്റെ ഓരോന്നിന്റെയും മീനിങ് ഇപ്പൊ പറയുകയാണെങ്കിൽ, ഫോർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പല സെന്റൻസസും ഫോർ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, ദിസ് ബുക്ക് ഈസ് ഫോർ യു, ദിസ് ഫുഡ് ഈസ് ഫോർ യു, this is for you. Okay, I asked for a help, I went for a help, I went to school for writing the exam. അങ്ങനെ ഫോർ വെച്ചിട്ട് നമ്മൾ ഒത്തിരി സെന്റൻസസ് പറയാറുണ്ട്. ഫോർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നിനക്ക് വേണ്ടിയിട്ട്, അവന് വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട്, ഐ എം സ്റ്റഡിങ് ഫോർ ദ എക്സാം, അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട്, ഇങ്ങനെ കുറേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ. പ്രിപ്പോസിഷൻ ആയിട്ട് പഠിച്ചു നമ്മൾ. ഐ ആം വെയിറ്റിംഗ് ഹിയർ ഫോർ 2 hours, or I will be here for 2 days, she will be here for 1 hour, I have been sitting in the park for 1 hour. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാലം, ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫോറിന്റെ യൂസ് ബേസിക്കലി ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഫോർ ഇസ് എ പ്രിപ്പോസിഷൻ ഓൾസോ, പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ കൺജങ്ഷൻ ആയിട്ട് വരുമ്പോൾ ഫോറിന് എന്താ മീനിങ്? അവിടെ ഞാൻ പറഞ്ഞ മീനിങ്സ് ഒക്കെ ആസ് എ പ്രിപ്പോസിഷൻ അതൊക്കെ ആ മീനിങ് ഒക്കെ വരും. ഇപ്പോൾ ഫോർ കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബിക്കോസ് എന്നുള്ള മീനിങ് ആണ് ഫോറിന് വരുന്നത്. എന്താണ്? ബിക്കോസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ,
I am happy for you. I am happy for you എന്ന് പറഞ്ഞാൽ I am happy for you എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഹാപ്പിയാണ് എന്നല്ല അർത്ഥം. I am happy because of you എന്നാണ് മീനിങ്. I am happy because of you, because you scored good marks or because you scored well in the exam. അതാണ് അവിടെ മീനിങ്. I am happy for you. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോറി ഫോർ യുവർ ലോസ്. സോറി ഫോർ യുവർ ലോസ്. ഇന്നും കൂടെ എനിക്കിപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റ് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല കാരണം അവരുടെ റിലേഷൻ ഒരു കുട്ടി ഫീവർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഇന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സോറി ഫോർ യുവർ ലോസ് നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ എന്താണ്? ഐ ആം സോറി ഫോർ യുവർ ലോസ്. ഐ ആം സോറി ബിക്കോസ് ഓഫ് യുവർ ലോസ്. നമ്മൾ അനുശോചനം അറിയിക്കുന്ന ഒരു മെത്തേഡാണ് ഐ എം സോറി ഫോർ യുവർ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്പ്രസിങ് എ കണ്ടോളൻസ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഫോർ എന്നിവിടെ ബിക്കോസ് എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആൻഡ്. ആൻഡ് ആസ് യു ഓൾ നോ അതും ഇതും എന്നൊക്കെ പറയാനാണ് ആൻഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നോർ. നോർ ഇസ് എ നെഗറ്റീവ് വേർഡ്. ഓക്കെ, ഐ കാൺ ഡ്രൈവ് നോർ ഹി ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അവനും പറ്റില്ല. നെക്സ്റ്റ് ബട്ട്, പക്ഷേ എന്നുള്ള മീനിങ്. ഓർ ഇസ് യൂസ് ടു ഷോ എ ചോയ്സ്, ഇത് അല്ലെങ്കിൽ അത് എന്നുള്ള മീനിങ്ങിൽ. യെറ്റ് ഇസ് ലൈക്ക് എന്താ പറയാ, ബട്ട് പോലെ സിമിലർ ആണ്, എന്നിരുന്നാലും എന്നുള്ള മീനിങ് ആണ്. എന്നിട്ടും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഷീ വോക്കപ്പ് ഏർലിയർ ടുഡേ യെറ്റ് ഷീ ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ. അവളിന്ന് നേരത്തെ എഴുന്നേറ്റു പക്ഷെ എന്നിട്ടും അവൾ സ്കൂളിലേക്ക് പോയില്ല. അപ്പം നമുക്ക് ബട്ടും യൂസ് ചെയ്യാം യെറ്റും യൂസ് ചെയ്യാം ചില കേസസിൽ. അവളിന്ന് നേരത്തെ എഴുന്നേറ്റു എന്നിട്ടും സ്കൂളിലേക്ക് പോയില്ല, അങ്ങനെ. ദെൻ ലാസ്റ്റ് വൺ ഈസ് സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നുള്ള മീനിങ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫാൻ ബോയ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ഇനി അതർ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഞാൻ പറഞ്ഞു 4-5 ഇനി എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞു. ഇവരാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഹവവർ, നെവർദലെസ്, നൺദലെസ് എന്നൊരു വേർഡും കൂടെ ഉണ്ട്. നെവർദലെസ്, നൺദലെസ്, ഓൺലി, സ്റ്റിൽ, വേറാസ്, അതർവൈസ്, therefore. ഓക്കെ, അപ്പൊ ഇവരെന്തുകൊണ്ടാണ് നമ്മൾ മറ്റേ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാത്തതെന്ന് വെച്ചാൽ, ഹവവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നുള്ള മീനിങ് ആണ്. യെറ്റ് എന്നുള്ളതിൻ്റെ സിമിലർ മീനിങ് ആണ്. നെവർദലെസ് എന്ന് പറഞ്ഞാൽ എന്നിട്ടും വീണ്ടും അത് തന്നെയാണ് നെവർദലെസ്. ഓൺലി നിങ്ങൾക്ക് അറിയാം, ഐ ലൈക്ക് ഓൺലി കോഫി, എനിക്ക് കോഫി മാത്രമേ ഇഷ്ടമുള്ളൂ. സ്റ്റിലിൻ്റെ മീനിങ് എന്താണ്? വീണ്ടും എന്നിട്ടും. ഐ റോട്ട് ദി എക്സാം, ഐ സ്റ്റഡീഡ് ഹാർഡ് സ്റ്റിൽ ഐ ഡിഡ്ന്റ് പാസ്. ഓക്കെ, അപ്പോൾ അവിടെ എന്നിട്ടും എന്നുള്ള മീനിങ്. വേറാസ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നാലോ അവൻ്റെ കാര്യം ആവട്ടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, അരുൺ ഇസ് എ ഗുഡ് സ്റ്റുഡൻറ് വേറാസ് അമൽ ഇസ് എ ലേസി സ്റ്റുഡൻറ്. എന്നാൽ എന്നുള്ള മീനിങ്. അതർവൈസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ, ഓറിൻ്റെ മീനിങ്. യു ക്യാൻ ചൂസ് റെഡ് ബുക്ക്, യു ക്യാൻ ചൂസ് ദ റെഡ് ടീഷർട്ട് ഓർ ദ ബ്ലൂ ടീഷർട്ട്. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ചൂസ് ദ റെഡ് ടീഷർട്ട്, അതർവൈസ് ഗോ ഫോർ ദ ബ്ലൂ ടീഷർട്ട്, അങ്ങനെ. therefore വന്നിട്ട് എന്തിന്? സോന്റെ മീനിങ് ആണ്, അതുകൊണ്ട് എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ മീനിങ് വരുന്നത് ആകെ ഏതാണ്? ഓൺലിക്ക് മാത്രമാണ്, ഓൺലി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾസ് പറയാം. അതിൽ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ പറയണം. ഫസ്റ്റ് വൺ, ഐ ലൈക്ക് ഐസ്ക്രീം ഓൺലി. സെക്കൻഡ് വൺ, ഐ ഓൺലി ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീം ഓൺലി. ഒന്ന്, ഐ ലൈക്ക് ഐസ്ക്രീം ഓർ ഐസ്ക്രീംസ് ഓൺലി. സെക്കൻഡ് വൺ, ഐ ഓൺലി ലൈക്ക് ഐസ്ക്രീംസ്. Which is the correct statement out of these? ഏതായിരിക്കും? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ഐ ലൈക്ക് ഐസ്ക്രീം ഓൺലി അല്ലെങ്കിൽ ഐ ഓൺലി ലൈക്ക് ഐസ്ക്രീംസ്. വിച്ച് ഈസ് കറക്റ്റ് ഹിയർ? വിച്ച് വൺ ഈസ് കറക്റ്റ്? ഫസ്റ്റ് വൺ, ഐ ലൈക്ക് ഐസ്ക്രീം ഓൺലി അല്ലേ? ഓക്കെ, ഐ ലൈക്ക് ഐസ്ക്രീം ഓൺലി. ശരി, അതിന്റെ മീനിങ് എന്താണ്? നമ്മളെപ്പോഴും പറയുന്ന മീനിങ് വെച്ചിട്ട് തന്നെ പറയാണ്. ഓക്കെ, എനിക്ക് ഐസ്ക്രീം മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ള മീനിങ്ങിൽ.
ഫസ്റ്റ് സെക്കൻഡ് ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മീനിങ്. സെക്കൻഡ് സെൻറ്റൻസ് എന്തായിരുന്നു? ഐ ഓൺലി ലൈക്ക് ഐസ്ക്രീം. അപ്പം നമുക്ക് രണ്ടിൻ്റെയും മീനിങ് നമ്മൾ സംസാരിക്കുമ്പോൾ സെയിം തന്നെയാണ്, പക്ഷെ ഗ്രാമാറ്റിക്കലി ഒന്നേ ശരിയായിട്ടുള്ളൂ, ഒന്ന് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഐ ഓൺലി ലൈക്ക് ഐസ്ക്രീം, ഐ ഓൺലി ലൈക്ക് ഐസ്ക്രീംസ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഓൺലി എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മൾ എന്ത് സാധനമാണോ, എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ ബിഫോർ യൂസ് ചെയ്യണം എന്നാണ് റൂൾ. അപ്പോൾ ഐ ഓൺലി ലൈക്ക് ടീ, ഐ ഓൺലി ലൈക്ക് കോഫി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എനിക്ക് കോഫി മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്ക് ടീ മാത്രമേ ഇഷ്ടമുള്ളൂ. ഓക്കെ. മറ്റേത് ഐ ലൈക്ക് കോഫി ഓൺലി എന്ന് പറയുന്നത് ഗ്രാമറിൽ റോങ് ആണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഗ്രാമാറ്റിക്കലി റോങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിയുന്നത് ഫോളോ ചെയ്യാണ്ടിരിക്കുന്നത്, ഇപ്പം തന്നെ ആ പ്രാക്ടീസ് ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഓക്കെ. ഇതുവരെ നിങ്ങൾ പറഞ്ഞു വന്നത് റോങ് ഓർ റൈറ്റോ ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി റോങ് ഓർ റൈറ്റ്. ഫ്രം നൗ ഓൺവേർഡ്സ് ട്രൈ ടു പ്രാക്ടീസ് ദ സെക്കൻഡ് വൺ. ഓക്കെ. അപ്പോൾ ഐ ലൈക്ക് ഓൺലി കോഫി. ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെയും പറയാം, ഐ ലൈക്ക് ഓൺലി കോഫി, ഐ ഓൺലി ലൈക്ക് കോഫി. അതിലും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം. ഐ ഓൺലി ലൈക്ക് ടീ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഐ ലൈക്ക് ഓൺലി ടീ. രണ്ട് രീതികളിൽ തന്നെ പറയാം. അത് രണ്ടും പക്ഷെ കറക്റ്റ് ആണ്. ഓൺലി ലാസ്റ്റിൽ വരാൻ പാടില്ല, അത് മാത്രം ശ്രദ്ധിക്കാം. ഓക്കെ. അത് ലാസ്റ്റിൽ ഒരു സെന്റൻസിന്റെ എൻഡിൽ വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ദീസ് ആർ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. നൗ നമുക്ക് ടൈപ്പ് ഓഫ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് അഡീഷൻ. അഡീഷൻ പറഞ്ഞാൽ തന്നെ എന്താണ്? കൂട്ടുക എന്നുള്ള മീനിങ് അല്ലേ? ആഡ് ചെയ്യുക, കൂട്ടുക എന്നുള്ള മീനിങ്. അപ്പൊ എന്താ പറയുന്നത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അഡീഷൻ ആൻഡ് is used for addition. And it is used for one or more things, ideas, elements of similar types. അപ്പൊ എന്താണ്? ഒരേപോലത്തുള്ള തിങ്സിനെയോ ഒരേപോലത്തെ ഐഡിയാസിനെയോ എലമെന്റ്സിനെയോ ആണ് നമ്മൾ ജോയിൻ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ. സോ യു ക്യാൻ സീ എക്സാമ്പിൾസ്. എനിക്ക് ഫസ്റ്റ് 2 എക്സാമ്പിൾസ് ദിയ റീഡ് ചെയ്ത് തരും. ദിയ, യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് 2. Yes, ma'am. Shakespeare, Milton, Shelley, and Keats are great English poets. Summer, winter, rainy, spring, monsoon, and autumn are seasons. വെരി ഗുഡ്. മക്കളെ, ഞാൻ പെട്ടെന്നാണ് ഓർമ്മ വന്നത്, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും മറ്റേ എന്താണ് നമ്മുടെ ഒരു ആക്സിഡന്റ് കേട്ടല്ലോ പാലക്കാട് നടന്ന്, അതിൽ നിങ്ങൾക്ക് അറിയുന്ന കുട്ടികൾ ആരെങ്കിലും ആണോ? നിങ്ങളെ അറിവിലുള്ള കുട്ടികളാണോ ഈ 4 കുട്ടികൾ ലോറി അപകടത്തിൽ? No, teacher. നോ അല്ലേ? ഓക്കെ 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 ഫൈൻ. എനിക്ക് പെട്ടെന്ന് അതിലത്തെ ചില പേരുകളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്നൊരു പേടി തോന്നി, ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ആണോ എന്നുള്ളത് തോന്നി. ഓക്കെ. എനിവേസ്, ശ്രദ്ധിക്കുക. ഷേക്സ്പിയർ, മിൽട്ടൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ് ആർ ഗ്രേറ്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ, ഇതെനിക്ക് ഡിഫറെൻറ്റ് നെയിംസിൽ പറയാം, ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ പറയാം. ഷേക്സ്പിയർ is a great English poet. Milton is a great English poet. Shelley is a great English poet and Keats is a great English poet. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് സെൻറ്റൻസസ് എഴുതുന്നതിന് പകരം ഇവർ 4 പേരും ഒരേ ജേണറിൽ വരുന്ന അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ തന്നെയല്ലേ? അപ്പോൾ എനിക്ക് ഇവരെ 4 പേരുടെയും നെയിംസിന് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഷേക്സ്പിയർ, മിൽട്ടൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ് ആർ ഗ്രേറ്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് എന്ന് എഴുതാം. സോ യുവർ ആഡിങ് ഷേക്സ്പിയർ, മിൽട്ടൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ്. ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ആളാണ് കീറ്റ്സ്, അതാണ് ആൻഡ് യൂസ് ചെയ്യുന്നത്. Similarly, summer, winter, rainy, spring, monsoon and autumn are seasons. So I am keep on adding the names of seasons. അങ്ങനെ ആഡ് ചെയ്ത് വന്നപ്പോഴാണ് ലാസ്റ്റ് autumn. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നു? You are adding and. Okay. Now the next 2, Abdul Qadir, you can read the next 2. Drumstick, ladyfinger, tomato, and radish are vegetable. Banana, apple, papaya, guava, and pomegranate are fruits. Drumstick, lady's finger. Yeah, drumstick, lady's finger, tomato and radish are vegetables. എന്താണ് ഈ drumstick? മുരിങ്ങക്കോൽ. മുരിങ്ങക്കായ. And what is radish? Radish എന്താണ്? വൈറ്റ് കളറിൽ ഉണ്ടാവും. മുള്ളങ്കി അതല്ലേ? മുള്ളങ്കി, യെസ്, മുള്ളങ്കി എന്ന് പറയും. പിങ്കും ഉണ്ടാവും,
വൈറ്റും കാണും അല്ലേ. സോ ഡ്രം സ്റ്റിക്, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ ആൻഡ് റാഡിഷ് ആർ വെജിറ്റബിൾസ്. അപ്പോൾ ഇത് 4 വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞാൻ ആൻഡ് കൺജങ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതി. സിമിലർലി ബനാന, ആപ്പിൾ, പപ്പായ, ഗുവ ആൻഡ് പൊമഗ്രനേറ്റ് ആർ ഫ്രൂട്ട്സ്. ഗുവ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരയ്ക്ക. ആൻഡ് പൊമഗ്രനേറ്റ്, വാട്ട് ഈസ് പൊമഗ്രനേറ്റ്? മാതളങ്ങ. മാതളങ്ങ. വെരി ഗുഡ്. അപ്പോൾ പൊമഗ്രനേറ്റ്. അപ്പോൾ എന്താണ്, ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. ഇനി നമുക്ക് ഒരു 2 എക്സാമ്പിൾസും കൂടെ ഉണ്ട്. ദിയ, can you read the examples? 5th and 6th one. She has left the meet. Okay. Who can read it? Adila, are you there? Adila Shafi? Adila? Yes, ma'am. Yes. Adila, മോളുടെ പേര് ആദില എന്നാണോ? Okay, yes. You can read the examples. Next, last 3 examples and read ചെയ്യാം. Chair, stool, table, and bench are furniture. Pink, blue, red, and orange are my favorite colors. Preeti wants to visit London. She wants to visit Rome too. Preeti wants to visit London and Rome. Okay. So you can see here, chair, stool, table and bench are furniture. ഓക്കെ, ഫർണിച്ചർ എന്ന് പറയുന്നതിന് പ്ലൂറലും ഫർണിച്ചർ തന്നെയാണ് കേട്ടോ. ഫർണിച്ചേഴ്സ് എന്നൊരു വേർഡ് നമുക്കില്ല ഇംഗ്ലീഷിൽ. സിംഗുലറും പ്ലൂറലും രണ്ടും നമുക്ക് ഫർണിച്ചർ തന്നെയാണ്. അതുകൊണ്ടാണ് ചെയർ, സ്റ്റൂൾ, ടേബിൾ ആൻഡ് ബെഞ്ച് ആർ ഫർണിച്ചേഴ്സ് എന്ന് എഴുതാത്തത്. ഫർണിച്ചർ തന്നെയാണ്. ഗാർമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. സിമിലർലി പിങ്ക്, ബ്ലൂ, റെഡ് ആൻഡ് ഓറഞ്ച് ആർ മൈ ഫേവറേറ്റ് കളേഴ്സ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചതാണ്. 2 ഡിഫറെൻറ്റ് സെൻറ്റൻസസിനെ എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. സോ യു ക്യാൻ സീ, പ്രീതി വാണ്ട്സ് ടു വിസിറ്റ് ലണ്ടൻ, ഷീ വാണ്ട്സ് ടു വിസിറ്റ് റോം ടു. അതായത് പ്രീതിക്ക് ലണ്ടൻ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്, അവൾക്ക് റോം വിസിറ്റ് ചെയ്യണമെന്നുമുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ക്ലബ് ചെയ്ത് എങ്ങനെ എഴുതാം? പ്രീതി വാണ്ട്സ് ടു വിസിറ്റ് ലണ്ടൻ ആൻഡ് റോം. പ്രീതിക്ക് ലണ്ടനും വിസിറ്റ് ചെയ്യണമെന്നുണ്ട്, റോമും വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കത് വരുന്നത്. സോ ആൻഡ് എന്നുള്ള കൺജങ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള യൂസസ് ആണ് നിങ്ങൾ എത്രയും നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് കോൺട്രാസ്റ്റ്. ഇപ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എതിരായിട്ട് പറയുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത്തരം കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൺജങ്ഷൻസ് ആണ്. ബട്ട്, ഹവർ, nevertheless, nonetheless, only, still, whereas and yet. But, however, nevertheless, nonetheless, only, still, whereas and yet. These are used to join some contrasting ideas. Opposite ആയിട്ടുള്ള കാര്യങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരുൺ is smart but വരുൺ is lazy. അപ്പോൾ അരുൺ സ്മാർട്ടാണ്, വരുൺ ലേസിയാണ്. അപ്പോൾ രണ്ടും കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഓപ്പോസിറ്റ് ആണ്. അരുൺ നല്ല കുട്ടി, വരുൺ വെറും ലേസി ആയിട്ടുള്ള ബോയ്. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജോയിൻ ചെയ്യാണ് ബട്ട് വെച്ചിട്ട്. യെസ്, സോ ലെറ്റ്സ് സീ ദി എക്സാമ്പിൾസ്. നിരഞ്ജന, യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് വൺ. Niranjana, yeah. The rabbit was fast. The tortoise was steady. The rabbit was fast, but the tortoise was steady. Okay, the rabbit was fast. The tortoise was steady. ഇപ്പോൾ റാബിറ്റ് വളരെ ഫാസ്റ്റ് ആയിരുന്നു, പക്ഷെ ടോട്ടോയ്സ് നല്ല സ്റ്റഡി ആയിരുന്നു. സ്ലോ ആണെങ്കിലും സ്റ്റഡി ആയിരുന്നു. സോ നമുക്കത് എന്താണ്, രണ്ടും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആയതുകൊണ്ട് ഞാനൊരു കൺജങ്ഷൻ അവിടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഓഫ് കോൺട്രാസ്റ്റ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ദ റാബിറ്റ് വാസ് ഫാസ്റ്റ് ബട്ട് ദ ടോട്ടോയ്സ് വാസ് സ്റ്റഡി. അപ്പോൾ എന്താണ്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് കോൺട്രാസ്റ്റ് ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലുള്ള കാര്യങ്ങളെ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്. യെസ്, നെക്സ്റ്റ് വൺ, അബ്ദുൽ, യു ക്യാൻ റീഡ് ഇറ്റ്. I don't feel too well today. I will help you finish the work. I don't feel too well today. Nevertheless, I will help you finish the work. ഓക്കെ, ഐ ഡോണ്ട് ഫീൽ ടു വെൽ ടുഡേ. എനിക്ക് എന്തോ ഒന്ന് വലിയൊരു സുഖം തോന്നുന്നില്ല. ഐ വിൽ ഹെൽപ്പ് യു ഫിനിഷ് ദ വർക്ക്. ഞാൻ നിനക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് തരാൻ, കംപ്ലീറ്റ് ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്യാം. സോ അതിന് നമുക്ക് എന്താണ് ഇവിടെ, അതായത് ഒന്ന് ആദ്യം സുഖമില്ല പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറയുന്നുണ്ട്.
സോ യു ക്യാൻ സീ ഐ ഡോണ്ട് ഫീൽ ടു വെൽ ടുഡേ, എനിക്കെന്തെന്നോ വലിയൊരു സുഖം തോന്നുന്നില്ല. നെവർദലെസ്, എന്നിരുന്നാലും, ഐ വിൽ ഹെൽപ്പ് യു ഫിനിഷ് ദ വർക്ക്. അപ്പം എന്നിരുന്നാലും എന്നുള്ള മീനിങ് ആണ് ഈ നെവർദലെസ് എന്ന് വരുന്നത്. സെയിം മീനിങ് തന്നെയാണ് നൺദലെസ്. അതുകൊണ്ടാണ് ഞാൻ അതിന് സെപ്പറേറ്റ് എക്സാമ്പിൾ തരാത്തത്. നെവർദലെസ്, നൺദലെസ് രണ്ടിനും സെയിം മീനിങ് ആണ്. ഇപ്പം ഇങ്ങനെയും പറയാം, ഐ ഡോണ്ട് ഫീൽ ടു വെൽ ടുഡേ, നൺദലെസ് ഐ വിൽ ഹെൽപ്പ് യു ഫിനിഷ് ദ വർക്ക്. നെവർദലെസ്, നൺദലെസ് ബോത്ത് ഐ ഹാവ് ദ സെയിം മീനിങ്. ഓൾറൈറ്റ്, എന്നിരുന്നാലും എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. Next one, yes, Shani, I mean Dia, you can read the next example. Yes, ma'am. The teacher was so disappointed. She didn't scold the children. The teacher was so disappointed. However, she didn't scold the children. Okay, ടീച്ചർക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയി, പക്ഷെ അവർ കുട്ടികളെ ഒന്നും വഴക്ക് പറഞ്ഞില്ല. അപ്പൊ ഈ പക്ഷേ എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, പക്ഷെ അവർ കുട്ടികളെ ഒന്നും വഴക്ക് പറഞ്ഞില്ല. അപ്പൊ അവനിക്ക് ബട്ട് വേണമെങ്കിൽ ബട്ട് യൂസ് ചെയ്യാം, അതേപോലെ യെറ്റ് വേണമെങ്കിൽ യെറ്റ് യൂസ് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടിലും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഹവെവർ. ദ ടീച്ചർ വാസ് സോ ഡിസപ്പോയിന്റഡ്, കുട്ടികളെ ഇല്ല. അപ്പൊ അത് രണ്ടും കോൺട്രാസ്റ്റിംഗ് ആണ്. ബേസിക്കലി ടീച്ചേഴ്സിന് ഡിസപ്പോയിന്റ്മെന്റ് വന്നാൽ ദേ വിൽ സ്കോൾഡ് ദ ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ ഇവിടെ പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല, ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യം നടന്നിട്ടുള്ളത്. ഷീ ഡിഡ്ന്റ് സ്കോൾഡ് ദ ചിൽഡ്രൻ. സോ യു ക്യാൻ റൈറ്റ് ദ ടീച്ചർ വാസ് സോ ഡിസപ്പോയിന്റഡ്, ഹവെവർ ഷീ ഡിഡ്ന്റ് സ്കോൾഡ് ദ ചിൽഡ്രൻ. എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നിട്ടും ഷീ ഡിഡ്ന്റ് സ്കോൾഡ് ദ ചിൽഡ്രൻ, എന്നിട്ടും വഴക്ക് പറഞ്ഞില്ല, നിരാശപ്പെട്ടു എങ്കിലും വഴക്കൊന്നും പറഞ്ഞില്ല. ഓക്കെ, സോ ഹവെവർ എന്ന് പറയുന്നത് സ്റ്റിൽ, യെറ്റ്, ഇതൊക്കെ ഏകദേശം സിമിലർ മീനിങ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് പ്ലേസിൽ ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ യെട്ടോ അല്ലെങ്കിൽ ബട്ടോ ഒക്കെ എഴുതിയാലും ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്സ് ഒന്നുമില്ല, പക്ഷെ വായിക്കുമ്പോൾ കുറച്ചൊരു സുഖം കിട്ടാൻ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഹവെവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാവും? കുറച്ച് ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ കുറേ റീഡ് ചെയ്ത് പഠിച്ച എക്സ്പീരിയൻസ് ആകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, യെസ്, നെക്സ്റ്റ് വൺ, അഷ്റഫ്. ക്യാൻ യു റീഡ് ദറ്റ് ഫിഫ്ത്ത് വൺ? ഫോർത്ത് എക്സാമ്പിൾ. അഷ്റഫ് കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? ഓക്കെ, ആദില, യു ക്യാൻ റീഡ് ദ നെക്സ്റ്റ് വൺ. Ma'am, First one. third one. First one. Mm-mm. Anu is an average student. Arun is studious. Studious. Anu is an studious. Anu is an average student, whereas Arun is studious. Very good. Anu is an average student. Arun is studious. Studious means brilliant. Okay. So Anu is an average student, whereas Arun is studious. അതായത് അനു ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നാൽ അരുൺ ആകട്ടെ ഒരു ബ്രില്യൻറ്റ് സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്നാൽ എന്നുള്ള മീനിങ് ആണ് വേറാസ് എന്ന് വരുന്നത്. ഓക്കെ, അതും കോൺട്രറി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒരാൾ വീക്കും ഒരാൾ സ്റ്റുഡിയസ് എന്ന് പറയുമ്പോൾ അഗെയിൻ ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. യെസ്, നെക്സ്റ്റ് വൺ, നിരഞ്ജന, യു ക്യാൻ റീഡ് ദ സെക്കൻഡ് വൺ. Niranjana, please read the next one. Her mic is muted. I don't know what happened. Dia, can you read it? Dia, next one read ചെയ്യാൻ പറ്റോ? Ma'am, screen. കാണുന്നില്ല? Okay. Is it okay now? Yeah, control. Yeah. She doesn't like tea. She likes coffee. She doesn't like tea. She likes only coffee. Okay. So, she doesn't like tea. She likes coffee. Appo, she doesn't like tea. She likes only coffee. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഷീ ലൈക്സ് കോഫി ഓൺലി എന്ന് പറയുന്നത് ഗ്രാമറ്റിക്കലി തെറ്റാണ്. ഷീ ലൈക്സ് ഓൺലി കോഫി എന്നാണ് നമ്മൾ പറയേണ്ടത്. ഷീ ഡസൻ ലൈക്ക് ടീ, ഷീ ലൈക്സ് ഓൺലി കോഫി. ഓക്കെ, അപ്പോൾ അവൾക്ക് കോഫി മാത്രമേ ഇഷ്ടമുള്ളൂ, ടീ ഇഷ്ടമല്ല, ഇതാണ് പറയുന്നത്. ഓക്കെ, ഓൺലി ആണ് ഇപ്പോൾ ഇവിടുത്തെ കൺജങ്ഷൻ. യെസ്, നെക്സ്റ്റ് വൺ, അബ്ദുൽ ഖാദർ, യു ക്യാൻ റീഡ് ഇറ്റ്. ഒന്ന് ഫാസ്റ്റ് ആക്കാം കേട്ടോ. She is not a singer. She sings well. She is not a singer, but she sings well. ഓക്കെ, ഷീ ഈസ് നോട്ട് എ സിംഗർ ബട്ട് ഷീ സിങ്സ് വെൽ. അവളൊരു പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ അവൾ നന്നായിട്ട് പാടും.
അപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സാധാരണ നമ്മൾ വിചാരിക്കും സിംഗേഴ്സിന് മാത്രമേ നല്ലോണം സിംഗ് ചെയ്യാൻ പറ്റുള്ളൂ, പാടാൻ പറ്റുള്ളൂ എന്ന്. ഒരിക്കലും ഇല്ല അല്ലെ. പാട്ട് പഠിക്കാത്തവരും എത്രയോ പേര് നല്ല ശബ്ദമുള്ളവർ, നല്ല വോയിസും നല്ല പിച്ചിങ് ഒക്കെ ഉള്ളവരുണ്ടാവും. അതാണ്, ഷീ ഈസ് നോട്ട് എ സിംഗർ ബട്ട് ഷീ സിംഗ്സ് വെൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ആദില, യു ക്യാൻ റീഡ് ദ ഫോർത്ത് വൺ. നെക്സ്റ്റ് ആദില. Manu has taken the medicine. The fever persists. Manu has taken medicines. Still the fever persists. Okay, persists means continues. Okay, so Manu has taken the medicines. Still the fever persists. Manu medicines ഒക്കെ എടുത്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, എന്നിട്ടും ഫീവർ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫീവർ കണ്ടിന്യൂ ആവുന്നുണ്ട്. അപ്പൊ എന്താണ് still? Still is another coordinating conjunction. Okay, the last one can be read by Niranjana. Are you there? Yes. Yes, please read the last one. The exam was written long back. The results are not announced. The exam was written long back, yet the results are not announced. Okay, the exam was written long back. The results are not announced. This is the question. So the exam was written long back, yet the results are not announced. Still the results are not announced എന്നും പറയാം. Okay, the exam was written long back, എന്നിട്ടും റിസൾട്ട്സ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ സ്റ്റില്ലും പറയാം, യെട്ടും പറയും. എന്നിട്ടും റിസൾട്ടുകൾ ഇനിയും വന്നിട്ടില്ല. എക്സാം എത്രയോ മുമ്പ് എഴുതിയതാണ്, എന്നിട്ടും റിസൾട്ട് വന്നിട്ടില്ല. ഇത് ഈ PSC എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലെ. പബ്ലിക് സർവീസ് കമ്മീഷൻ എഴുതുന്ന എക്സാം എഴുതി ഏകദേശം ഒരു 8 to 9 months അല്ലെങ്കിൽ 1 year പോലും കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നുണ്ടാവുക. അപ്പൊ PSC ആസ്പിറൻസ് എന്നൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ മീൻസ് yet is the conjunction here. Yet. Okay, so coordinating conjunctions of contrast complete ചെയ്തു. നെക്സ്റ്റ് വരുന്നത് coordinating conjunctions of choice. അപ്പൊ നമുക്കിന്ന് ചോയ്സും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. റീസണിങ്, ലോജിക്കൽ ഡിഡക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ. കൺജങ്ഷൻസ് സച്ച് ആസ് ഓർ ആൻഡ് അതർവൈസ്. ഓർ ആൻഡ് അതർവൈസ് ആർ യൂസ്ഡ് ടു ജോയിൻ ചോയ്സസ്. അപ്പൊ നമുക്ക് ചോയ്സുകൾ, നമ്മുടെ ഡിഫറെന്റ് ചോയ്സസിന് ജോയിൻ ചെയ്യാനുള്ള കൺജങ്ഷൻസ് ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. യെസ് ദിയ, യു ക്യാൻ സ്റ്റാർട്ട്. Diya, please read the first one. Yes, ma'am. You must work hard, otherwise you will not succeed in life. You must work hard or you will not succeed in life. Succeed ആണ് ട്ടോ. Okay, it is not success, it is succeed. So you must work hard, otherwise you will not succeed in life. Or you must work hard or you will not succeed in life. രണ്ട് രീതിയിലും പറയാം. ഒന്നിൽ അതർവൈസ് വെച്ചിട്ടും പറയാം, അല്ലെങ്കിൽ ഓർ വെച്ചിട്ടും പറയാം. ഓക്കെ, സോ യു മസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നീ ലൈഫിൽ സക്സീഡ് ആവില്ല. മീൻസ് യു വിൽ നോട്ട് അച്ചീവ് യുവർ ഗോൾ ഇൻ യുവർ ലൈഫ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നൗ the next one is Adila, you can read the second one. Read the question first and then read the answers. Prepare well for the exam. You will fail. Prepare well for the exam, otherwise you will fail. Prepare well for the exam or you will fail. Okay, so prepare well for the exam, you will fail. എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്യൂ, ഇല്ലെങ്കിൽ നീ ഫെയിൽ ആവും, അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. സോ പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാം ഓർ യു വിൽ ഫെയിൽ ഓർ അതർവൈസ് യു വിൽ ഫെയിൽ. ഓക്കെ, നൗ ദ ലാസ്റ്റ് വൺ. യെസ് അബ്ദുൽ, യു ക്യാൻ റീഡ്. നെക്സ്റ്റ് അബ്ദുൽ ഖാദർ, യു ക്യാൻ റീഡ് ഇറ്റ്. അബ്ദുൽ എവിടെ ഇല്ലേ? അല്ല, സ്ക്രീൻ കാണില്ല. കാണുന്നില്ലേ ഇപ്പോഴും? Is it okay now? വന്നു. യു മസ്റ്റ് വർക്ക് ഹാർഡ് ഓർ യു വിൽ നോട്ട് സക്സീഡ് ഇൻ ലൈഫ്. അതാണ്. Not
that one. Third one. Last one. Take care of your health. You will fall sick. Take care of your health, otherwise, or you will fall sick. Very good. Take care of your health. Otherwise you will fall sick. ആരോഗ്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരും, അസുഖം പിടിപെടും. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓർ യു വിൽ ഫോൾ സിക്ക്. ആരോഗ്യം സൂക്ഷിക്കുക, അല്ലെങ്കിൽ അസുഖം പിടിപെടും. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, അതർവൈസ് യു വിൽ ഫോൾ സിക്ക്, അങ്ങനെയും പറയാം. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓർ യു വിൽ ഫോൾ സിക്ക്, അങ്ങനെയും പറയാം. രണ്ട് രീതികളിൽ നമുക്കത് പ്രസന്റ് ചെയ്യാം. ഓക്കെ, സോ വിത്ത് ദിസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് ചോയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് റീസണിങ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷൻ. അത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു 3 കൺജങ്ഷൻസേ വരുള്ളൂ. സോ, ഫോർ, ദെർഫോർ. ഇപ്പൊ പേരിൽ പറയുന്ന പോലെ തന്നെ അവിടെ ഒരു റീസണിങ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അതിനൊരു റീസൺ വേണ്ടേ? ഓക്കെ, അതിനാണ് റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ ഡിഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. റീസൺ കൊടുക്കാൻ പറ്റുന്ന 2-3 കൺജങ്ഷൻസ് ഉണ്ട്. 2 എണ്ണം മെയിൻ ആയിട്ട് സോവും ദെർഫോറും ആണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഫോറും കൂടെ ഉണ്ട്. സോ, ഫോർ, ദെർഫോർ. ഫോറിന് ഞാൻ പറഞ്ഞു നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോറിന്റെ മീനിങ് അല്ല. ഫോർ മീൻസ് ബിക്കോസ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, കൺജങ്ഷൻസിൽ വരുമ്പോൾ ഫോർ മീൻസ് ബിക്കോസ്. ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം നിങ്ങൾ പിന്നെ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്, എനി ഡൗട്ട്സ് ഇൻ ടുഡേസ് ക്ലാസ്? No, teacher. Okay, fine. So we will meet on next Saturday. Okay, okay, fine. Okay, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സാറ്റർഡേ കാണാം. അപ്പോൾ ഫ്രൈഡേത്തെ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. മാത്ത് ഓർ സയൻസ് ആയിരിക്കും. എന്തായാലും അറ്റൻഡ് ചെയ്യുക, ബെനിഫിറ്റ് കിട്ടും കേട്ടോ. സോ മീറ്റ് യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ. താങ്ക് യു. Okay.